വെളിച്ചെണ്ണയിലെ മായം ആശങ്കപ്പെടുത്തുന്ന കാലത്ത് ഇതിൽ മായം കലർന്നിട്ടുണ്ടോ എന്ന് എളുപ്പത്തിൽ തിരിച്ചറിയാൻ രണ്ട് മാർഗങ്ങൾ പറയാം. രണ്ടും ശാസ്ത്രീയമല്ല, എന്നാൽ ഫുഡ് സേഫ്റ്റി ആൻഡ് സ്റ്റാൻഡേർഡ്സ് അതോറിറ്റി ഓഫ് ഇന്ത്യ നിർദ്ദേശിക്കുന്ന രണ്ട് മാർഗങ്ങളാണ്. നമുക്കിവിടെ 5 സാമ്പിൾ വെളിച്ചെണ്ണകളുണ്ട്. ഒന്നാമത്തേത് കേര, രണ്ടാമത്തേത് എൻ്റെ വീട്ടിൽ തന്നെ തേങ്ങ ഉണങ്ങി കൊപ്രയാട്ടി തയ്യാറാക്കിയ ശുദ്ധമായ വെളിച്ചെണ്ണ, മൂന്നാമത്തേത് വിപണിയിൽ കിട്ടുന്ന പ്രധാനപ്പെട്ട ഒരു ബ്രാൻഡഡ് വെളിച്ചെണ്ണ, നാലാമത്തേത് നാടൻ വെളിച്ചെണ്ണ, അഞ്ചാമത്തെ സാമ്പിൾ വിപണിയിൽ വിലക്കുറവിൽ കിട്ടുന്ന വെളിച്ചെണ്ണ. ഞാൻ നിർദ്ദേശിക്കുന്ന പരിശോധനാ മാർഗങ്ങളിൽ ആദ്യത്തേത് റെഫ്രിജറേറ്ററിൽ വെച്ച് വെളിച്ചെണ്ണ തണുപ്പിക്കുന്നതാണ്. ഇപ്പോൾ സമയം രാത്രി 10 മണി. 5 സാമ്പിൾ വെളിച്ചെണ്ണകളും ഞാൻ ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിക്കാൻ പോവുകയാണ്. പ്രത്യേകം ശ്രദ്ധിക്കുക, വെളിച്ചെണ്ണ വയ്ക്കേണ്ടത് ഫ്രീസറിലല്ല, സാധാരണ ഭക്ഷണ സാധനങ്ങൾ സൂക്ഷിക്കുന്നയിടത്ത്. ഇനി അരമണിക്കൂർ നമുക്ക് കാത്തിരിക്കാം. ഇപ്പോൾ സമയം 10:30. അരമണിക്കൂർ ആയിരിക്കുന്നു. ഇനി ഫ്രിഡ്ജിലിരിക്കുന്ന വെളിച്ചെണ്ണയുടെ അവസ്ഥ എന്തായെന്ന് നോക്കാം. ഇനി ഈ സാമ്പിളുകൾ പരിശോധിക്കാം. ഇത് ഞാൻ വീട്ടിൽ തേങ്ങ ഉണക്കി കൊപ്രയാക്കി ആട്ടിയെടുത്ത വെളിച്ചെണ്ണയാണ്. ഇത് പൂർണ്ണമായും വെളുത്ത നിറത്തിൽ കട്ടയായിട്ടുണ്ട്. അതായത് ഈ വെളിച്ചെണ്ണ പൂർണ്ണമായും ശുദ്ധമാണെന്ന് മനസ്സിലാക്കാം. ഈ 2 സാമ്പിളുകളും ഏകദേശം കട്ടയായി തന്നെ ഇരിപ്പുണ്ട്. എന്നാൽ ഇത് നോക്കുക, ഈ വെളിച്ചെണ്ണ കട്ട പിടിച്ചിട്ടേയില്ല. ഈ വെളിച്ചെണ്ണയാകട്ടെ ഭാഗികമായി മാത്രം കട്ട പിടിച്ചിരിക്കുന്നു, 2 ലെയറായി തിരിഞ്ഞിരിക്കുന്നു. അതായത് ഈ 2 സാമ്പിളുകളിലും മായം കലർന്നിട്ടുണ്ടാകാം. വെളിച്ചെണ്ണയിൽ അതീവ ഗുരുതരമായ അളവിൽ മായം കലർന്നിട്ടുണ്ടോ എന്ന് നോക്കാൻ മറ്റൊരു മാർഗം ഫുഡ് സേഫ്റ്റി ആൻഡ് സ്റ്റാൻഡേർഡ്സ് അതോറിറ്റി ഓഫ് ഇന്ത്യ നിർദ്ദേശിക്കുന്നുണ്ട്. അല്പം വെളിച്ചെണ്ണയിലേക്ക് ഒരു കഷ്ണം മഞ്ഞ നിറത്തിലുള്ള ബട്ടർ ഇടുക. അല്പസമയം കഴിയുമ്പോൾ വെളിച്ചെണ്ണയുടെ നിറം മാറി ഇളം ചുമപ്പ് നിറമായാൽ അതിൽ ഗുരുതരമായ അളവിൽ മായം കലർന്നിട്ടുണ്ട് എന്ന് മനസ്സിലാക്കാം. വെളിച്ചെണ്ണയിലെ മായം ശാസ്ത്രീയമായി കൃത്യതയോടെ മനസ്സിലാക്കാൻ ലാബിലെ പരിശോധനാ ഫലം തന്നെ വേണം. പക്ഷേ അത് നിത്യജീവിതത്തിൽ എപ്പോഴും പ്രായോഗികമല്ലല്ലോ. 9 ദിവസങ്ങൾക്ക് ശേഷം ഫലം ലഭിച്ചു. നമ്മൾ കൊടുത്ത സാമ്പിളിനെ വെളിച്ചെണ്ണ എന്ന് വിളിക്കാൻ പോലും ആവില്ലെന്നാണ് റിപ്പോർട്ട് സാക്ഷ്യപ്പെടുത്തുന്നത്. വെളിച്ചെണ്ണയുടെ ഗുണനിലവാരം ഉറപ്പാക്കുന്ന 20 ഘടകങ്ങളിൽ 14 എണ്ണവും പരാജയം. രാജ്യത്തെ ഭക്ഷ്യസുരക്ഷാ മാനദണ്ഡ പ്രകാരം വിൽക്കാനോ ഉപയോഗിക്കാനോ സാധിക്കില്ല എന്ന് റിപ്പോർട്ടിൽ ഉറപ്പിക്കുന്നു.